ഏപ്രിൽ 21-നാണ് കത്തോലിക്ക തിരുസഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞത്. പുരോഗമനപരമായ നിലപാടുകൾ, കാരുണ്യം, വിനയം എന്നിവയ്ക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നുള്ള പൊതുദർശനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉൾപ്പെടെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മാർപ്പാപ്പ സ്വർഗത്തിൽ എത്തിയാൽ എങ്ങനെയായിരിക്കുമെന്ന് സംബന്ധിച്ച ഒരു AI വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. സുസി റിസിയോ എന്ന എക്സ് ഹാൻഡിൽ ആണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. 31 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ലോകമെമ്പാടുമുള്ള പ്രശസ്തരായ വ്യക്തികൾ പോപ്പിനെ സ്വീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ കോബി ബ്രയോൺ, എലിസബത്ത് രാജ്ഞി, അർജന്റീനിയൻ ലോകകപ്പ് ജേതാവ് മറഡോണ, ഡയാന രാജകുമാരി, മൈക്കിൾ ജാക്സൺ, ഇംഗ്ലീഷ് ഗായിക ആമി വൈറ്റ് ഹൗസ്, ഗുഡ് വിൽ ഹണ്ടിംഗ് ജേതാവ് റോബിൻ വില്യംസ്, ബ്രസീലിയൻ ഫുട്ബോൾ താരം പെലെ, നടൻ പോൾ വാക്കർ, ലിയോൺ പെയിൻ തുടങ്ങി പ്രശസ്തരായവരും മരണമടഞ്ഞവരുമായ നിരവധി പേർ പോപ്പിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് സ്വർഗത്തിൽ. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി 2005-2013 കാലഘട്ടത്തിൽ വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരിയായിരുന്ന ബെനഡിക്ട് 16-നെയും പോപ്പ് ഫ്രാൻസിസ് കണ്ടുമുട്ടുന്നുണ്ട്. നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം ഞായറാഴ്ച വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തിരുന്നു. ശനിയാഴ്ചയാണ് റോമിലെ സാന്താ മരിയ മജോരിയോ ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഫോസ ചാപ്പലിൻ ഓഫ് ദ ബസിലിക്കയ്ക്കുമിടയിൽ ഒരു വശത്താണ് വെള്ള നിറത്തിലുള്ള ശവകുടീരത്തിന്റെ സ്ഥാനം. ഫ്രാൻസിസ് മാർപ്പാപ്പ ധരിച്ചിരുന്ന കുരിശ് കല്ലറയ്ക്കരികിൽ തന്നെയായി ഭിത്തിയോട് ചേർത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ലളിതമായ രീതിയിൽ അലങ്കാരങ്ങളൊന്നുമില്ലാതെയായിരുന്നു ശവകുടീരമെന്ന് പാപ്പ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കന്യാമറിയത്തിന്റെ ഭക്തനായതിനാൽ തന്നെ 5-ാം നൂറ്റാണ്ടിൽ പണി ചെയ്ത ഈ പള്ളി ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമത്തിന് തിരഞ്ഞെടുത്തതാണ്. ഇന്നലെ തുറന്നുകൊടുത്ത ശവകുടീരത്തിലേക്ക് ജനപ്രവാഹമാണ് ഉണ്ടായത്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു ദിവസം മാത്രം കഴിയവേ ശവകുടീരത്തിനരികിൽ വിശ്വാസികളുടെ നീണ്ട നിരയാണ് കണ്ടത്. ജീവിതത്തിലുടനീളം ലാളിത്യം ഉയർത്തിപ്പിടിച്ച ആ മഹാമനുഷ്യന്റെ ശവകുടീരം കാണാൻ സാന്താ മരിയ മാഗിയോർ ബസിലിക്കയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ് ഉണ്ടായത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഞായറാഴ്ച രാവിലെ നടന്ന പ്രത്യേക ബലിയിൽ മാത്രം ഏതാണ്ട് 2 ലക്ഷത്തിലധികം വിശ്വാസികളാണ് പങ്കെടുത്തത്. ജീവിതത്തിലുടനീളം നിലപാടുകൾ ഉറച്ചു പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം ഒരു നോക്ക് കാണാൻ പലർക്കും നീണ്ട നിരയിൽ അല്പനേരമെങ്കിലും കാത്തു നിൽക്കേണ്ടി വന്നു. പൂർവികരുടെ നാട്ടിൽ നിന്നെത്തിച്ച മാർബിളിൽ തീർത്ത കല്ലറയുടെ പുറത്ത് ഫ്രാൻസിസ് എന്ന പേര് മാത്രം അടയാളപ്പെടുത്തിയ ശവകുടീരത്തിനരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ജീവിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി അർപ്പിക്കുകയാണ് വിശ്വാസികൾ. ശനിയാഴ്ചയാണ് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഏറ്റവും ലളിതമായ രീതിയിൽ അലങ്കാരങ്ങളൊന്നുമില്ലാതെയാവണം ശവകുടീരമെന്ന് മാർപ്പാപ്പ വിൽപത്രത്തിൽ എഴുതി വെച്ചിരുന്നു. ശനിയാഴ്ചത്തെ സംസ്കാര ചടങ്ങുകളിൽ 50 രാഷ്ട്ര തലവന്മാരുൾപ്പെടെ 130 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും വിവിധ രാജകുടുംബാംഗങ്ങളും പങ്കെടുത്തിരുന്നു. വീക്കിലി സ്ഥാപകൻ ജൂലിയൻ അസാൻജും പങ്കെടുത്തു. പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 4 ലക്ഷത്തിലേറെ പേരാണ് വത്തിക്കാനിൽ എത്തിയത്. അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 10-ന് ആരംഭിക്കുമെന്നാണ് സൂചന.